സംസ്ഥാനത്ത് ഏറ്റവും പരിഗണനയോടെ നോക്കേണ്ട വാർത്ത കാലവർഷക്കെടുതികൾ തന്നെയാണ്. ഒപ്പം തീവ്ര ന്യൂനമർദ്ദം കൂടിയാകുമ്പോൾ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ ജില്ലയിലേതായി പരിശോധിക്കാം. ശക്തമായ മഴയിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ്. തോട്ടപ്പള്ളി പൊഴിമുഖം പൂർണ്ണമായും തുറക്കാത്തതിനാൽ പ്രളയജലം കടലിലേക്ക് ഒഴുകി മാറാത്തത് വെള്ളപ്പൊക്ക ദുരിതം രൂക്ഷമാക്കുകയാണ്. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ ഒട്ടേറെ വീടുകളിൽ വെള്ളത്തിലായി. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, എപ്പോഴും ഈ പ്രശ്നങ്ങൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇത്തവണ കാലവർഷവും അതിതീവ്ര ന്യൂനമർദ്ദവും ഇങ്ങനെ ശക്തമായി നിൽക്കുമ്പോൾ കാറ്റും വലിയ രീതിയിലുണ്ട്. വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ചിലത് കൂടിയുണ്ട്. ഈ പൊഴിമുഖം പൂർണ്ണമായി തുറക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഈ പ്രളയജലം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണുള്ളത്? വീണ, ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിലും കാറ്റിലും ഉണ്ടായിട്ടുള്ളത്. അതിൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലാണ് ഏറ്റവും രൂക്ഷമായ പ്രശ്നം നിലനിൽക്കുന്നത്. ഇവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇപ്പോൾ കുട്ടനാട് താലൂക്കിൽ 2ഉം അമ്പലപ്പുഴ താലൂക്കിൽ 3ഉം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇവിടങ്ങളിലെ ഏതാണ്ട് 150ഓളം കുടുംബങ്ങൾ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുന്ന സാഹചര്യവും ഉണ്ടായി. നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മറ്റും നിരവധി വീടുകൾ, അതായത് 29 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകരുന്ന സാഹചര്യവും ഉണ്ടായി. ഇതോടൊപ്പം തന്നെയാണ് വൈദ്യുതി ബന്ധവും പലയിടങ്ങളിലും തകർന്ന നിലയിലാണ്. കാരണം നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളാണ് നിലം പൊത്തിയത്. മരങ്ങൾ വ്യാപകമായി വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇതേ സാഹചര്യത്തിൽ തന്നെ പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായിട്ടുണ്ട്. ഇതിനോടൊക്കെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ വെള്ളമൊക്കെ തന്നെ ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ, ഇടത്തോടുകളൊന്നും തന്നെ കൃത്യമായി മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി വെള്ളം ഒഴുകി മാറുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരുന്നില്ല. അതിലുപരിയായി തോട്ടപ്പള്ളി പൊഴി മുറിച്ചിട്ടില്ല. അതിന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് കടലിൽ എണ്ണയുടെ അംശം വ്യാപകമായി വന്നിട്ടുണ്ട്. കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിശോധനകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് പുഴയിലൂടെ ഈ കടൽ വെള്ളം കയറിയാൽ ഉണ്ടാവുന്ന പ്രശ്നം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ പൊഴിമുഖം പൂർണ്ണമായും തുറക്കാത്തത് എന്നതാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കിഴക്കൻ വെള്ളം ശക്തമായി ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും കടൽ വെള്ളം പുഴയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പൊഴിമുഖം തുറക്കണമെന്ന ആവശ്യമാണ് കുട്ടനാടൻ ജനത ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിൽ കൂടി ജലനിരപ്പ് ഉയർന്നതോടെ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും നിരവധി വീടുകളാണ് വെള്ളത്തിൽ ആയിട്ടുള്ളത്. സുധീഷ്, അതൊരു വലിയ പ്രശ്നമാണ്. എപ്പോഴും നമ്മുടെ ഒരു കൺസേൺ ആണ്. ഈ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ ഇങ്ങനെ വീടുകൾ വെള്ളത്തിലാകുമ്പോൾ പലയിടങ്ങളും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റാൻ കഴിയുന്ന ഒരു വെള്ളത്തിന്റെ ഒരു ലെവലുണ്ട്. അതിന് മുൻപ് തന്നെ അവരവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടോ? വീണ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളം കയറി വരുന്ന മേഖലകളിലൊക്കെ തന്നെ അവരെ വീടുകളിൽ നിന്നും മാറ്റി സുരക്ഷിതമായ സ്കൂളുകളിലും മറ്റുമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നുകൊണ്ട് അങ്ങോട്ട് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത്, ഇതിനോടകം തന്നെ 150ഓളം കുടുംബങ്ങളെ ഈ രീതിയിൽ മാറ്റിക്കഴിഞ്ഞു. ഈ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ ഇത് വലിയ രീതിയിൽ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറക്കേണ്ട ഒരു സാഹചര്യം വരും. അത്തരത്തിൽ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായ സാഹചര്യം വരും. ഇതേ സാഹചര്യത്തിൽ തന്നെ കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടി ശക്തമായാൽ അത് വലിയ ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് തന്നെ മാറാനുള്ള സാധ്യതയാണുള്ളത്. ഇതേ സാഹചര്യത്തിൽ പാടശേഖരങ്ങളിലൊക്കെ മടവീഴ്ച ഭീഷണിയുണ്ട്. ഇതിനോടകം 2 പാടശേഖരങ്ങളിൽ മടവീഴ്ച ഉണ്ടാവുകയും ചെയ്തു. ആ പ്രദേശങ്ങളും അതോടെ ഈ മടവീഴ്ച ഉണ്ടാകുന്ന ഭാഗങ്ങളിലെ അവിടെ പാടത്തിനും മറ്റും ഉള്ള വരമ്പുകളിൽ താമസിക്കുന്ന, അതിനോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങളെല്ലാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യവും അവിടുത്തെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യവുമുണ്ട്. ഇത്തരത്തിലെല്ലാം വളരെ ഭീതിജനകമായ, ആശങ്കാജനകമായ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിൽ നിലനിൽക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭവും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ തുടർച്ചയായ 6ാം ദിവസമാണ് ശക്തമായ കടൽക്ഷോഭം ഉണ്ടാകുന്നത്. അതും തീരദേശ മേഖലയിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അവിടെ കടൽഭിത്തി നിർമ്മാണത്തിൽ മറ്റും വരുന്ന അനാസ്ഥകൾ തീരവാസികളെ ദുരിതത്തിലാക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ പാടശേഖരങ്ങളുടെ പുറംബന്ധി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഫണ്ട് നൽകുന്നതിൽ സർക്കാർ അനാസ്ഥ തുടരുന്നു. ഇപ്പോഴും കഴിഞ്ഞ 2023-24 പുഞ്ചകൃഷിക്കായി ഒരുക്കിയ പാടത്ത് അന്ന് മട വീണത് പുനഃസ്ഥാപിച്ചതിന്റെ പണം പോലും നൽകാത്ത സാഹചര്യമുണ്ട്. അത്തരം ഒരു പാടശേഖരമായിരുന്നു കാവാലത്തെ മംഗലം, മാണിക്യമംഗലം പാടശേഖരം. അവിടെ കഴിഞ്ഞ ദിവസം മട വീണ് വ്യാപക നാശനഷ്ടം ഉണ്ടായി. കൈനകരിയിൽ ഒരു പാടശേഖരത്തിൽ മടവീഴ്ചയുണ്ടായി. നിരവധി പാടശേഖരങ്ങൾ മടവീഴ്ച ഭീഷണിയിലും
നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതെല്ലാം തന്നെ കുട്ടനാടിന്റെ അടിസ്ഥാനപരമായി സർക്കാർ വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ അത് കൃത്യമായി ചെയ്യാത്തത് മൂലമുള്ള വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ കുട്ടനാടിനും അപ്പർ കുട്ടനാട്ടിലും നിലനിൽക്കുന്നത്. അതിന് സമാനം തന്നെയാണ് തീരദേശ മേഖലയിലെ അവസ്ഥയും. വീണ നൽകുകയായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ഒപ്പം കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്.